എല്ലാവരെയും പുതിയ വാർത്തയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അമേരിക്കയുടെയും ഇസ്രയേലിൻ്റെയും ചരിത്രത്തിലെ ഏറ്റവും വലിയ അബദ്ധമായിരുന്നു ഇറാനെ ആക്രമിച്ചത് എന്ന് അവരിപ്പോൾ തിരിച്ചറിയുകയാണ്. ഇനി ഒരു നീണ്ട യുദ്ധത്തിന് പോലും തയ്യാറായി വൻ സന്നാഹത്തോടെ ഒരുങ്ങിയിരിക്കുന്ന ഇറാനെക്കുറിച്ച് അറിയാതെ പോയത് അമേരിക്കയുടെയും ഇസ്രയേലിൻ്റെയും ഇന്റലിജൻസ് വീഴ്ചയായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. ഇന്നിപ്പോൾ ഈ യുദ്ധത്തിൽ നിന്നും പുറത്തിറങ്ങാൻ ട്രംപ് സകല വഴികളും തിരയുമ്പോൾ ഇറാന്റെ നിസ്സഹകരണം അതിന് വലിയൊരു തടസ്സമായിട്ടാണ് നിൽക്കുന്നത്. ഇറാനെ സംബന്ധിച്ച് ഹോർമുസ് കടലിന്റെ അതീവ പ്രാധാന്യം ഇറാനെ ഇതുവരെ നേരിട്ട സകല നഷ്ടങ്ങളിൽ നിന്നും ഉപരോധങ്ങളിൽ നിന്നും കരകയറാനുള്ള ഒരു ഉപാധിയായിട്ടാണ് മാറ്റിയെടുത്തിരിക്കുന്നത്. വെടിനിർത്തൽ പ്രഖ്യാപിച്ചാൽ ഉടൻ ഹോർമുസ് കടൽ ഇറാൻ തുറന്നു കൊടുക്കുമെന്ന ട്രംപിന്റെ പ്രതീക്ഷയെ തകർത്ത് ഇറാൻ അവരുടെ യഥാർത്ഥ കരാർ ട്രംപിന്റെ മുന്നിൽ വെക്കുകയാണ്. അതിൽ ഇറാന്റെ ആണവ സമ്പുഷ്ടീകരണ അവകാശം മുതൽ ഹോർമുസിൽ ലഭിക്കേണ്ട ടോൾ ഡോളറിന് പകരം ചൈനീസ് യുവാനിലോ ബിറ്റ്കോയിനിലോ ആയിരിക്കണമെന്ന് പറയുമ്പോൾ അതിൽ ഡോളറിന്റെ തകർച്ചയുടെ ഭാവിയെ വരെ ബാധിക്കുന്നത് കാണാം. അല്ലെങ്കിൽ തന്നെ ഡോളർ വലിയ താമസമില്ലാതെ ലോകത്ത് തഴയപ്പെടും. അതിനുള്ള ഒരുക്കങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. മിഡിൽ ഈസ്റ്റിൽ നിന്നും ഡോളർ പിന്തള്ളപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ലോകത്ത് ഡോളറിന് വലിയ വിലയൊന്നും ഉണ്ടാവില്ല. ചില പ്രത്യേക രാജ്യങ്ങളിൽ മാത്രം അത് ഒതുങ്ങി നിൽക്കുമെന്ന് മാത്രമേ ഉള്ളൂ. അതിനു പകരമായി അവിടേക്ക് ചൈനീസ് യുവാൻ കടന്നു വരികയാണ്. പ്രത്യേകിച്ച് ഏഷ്യൻ രാജ്യങ്ങൾ ചൈനീസ് യുവാന്റെ മേൽ താല്പര്യം കാണിച്ചിട്ടുണ്ട്. ഡോളറിനെ പിന്തള്ളിക്കൊണ്ട് അവിടേക്ക് ചൈനീസ് യുവാൻ കടന്നു വരുന്ന ഒരു സമയമായിട്ടുണ്ട്. അത് റഷ്യയും അംഗീകരിച്ചിട്ടുണ്ട്, ഇന്ത്യ അംഗീകരിച്ചിട്ടുണ്ട്, അതുപോലെ ഇപ്പോൾ ഇറാനും, അങ്ങനെ എല്ലാവരും മിഡിൽ ഈസ്റ്റ് മുഴുവനും അത് ആയിക്കഴിഞ്ഞാൽ പിന്നെ ഡോളറൊന്നും ആർക്കും വേണ്ടി വരില്ല. ഇപ്പോൾ ഈ ഹോർമുസ് കടൽ അടച്ചപ്പോൾ തന്നെ ഡോളറിന്റെ മൂല്യത്തിൽ വലിയ ഇടിവാണ് ഉണ്ടായിരിക്കുന്നത്. എല്ലായിടത്തും വിലവർധന ഉണ്ടായിരിക്കുന്നു. അമേരിക്കയിൽ തന്നെ വലിയ വിലക്കയറ്റമാണ് ഉണ്ടായിരിക്കുന്നത്. ഈ ഒരു പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ടാണ് എത്രയും വേഗം ഹോർമുസ് തുറക്കാനും അതുവഴി കപ്പലുകൾ കടന്നുപോയി പഴയ നിലയിലേക്ക് എത്താനും ട്രംപ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അവരുടെ അഭിമാനബോധം അതിന് അനുവദിക്കുന്നില്ല. കാരണം യുദ്ധം ഒരു പൂർണ്ണ പരാജയമാണെന്ന് ലോകം അതിലൂടെ മനസ്സിലാക്കും. അതുകൊണ്ട് ഏതെങ്കിലും വിധത്തിൽ ഇറാനുമായി ഒരു മാന്യമായ ഒരു കരാർ ഉണ്ടാക്കുകയോ അതല്ലെങ്കിൽ ഇറാനെ യുദ്ധം ചെയ്ത് തോൽപ്പിക്കുക എന്നൊക്കെ ഒരു മാനസികാവസ്ഥയിലാണ് അവരുള്ളത്. പക്ഷേ ഇറാനുമായി ഒരിക്കലും യുദ്ധം ചെയ്തവർക്ക് ജയിക്കാൻ കഴിയില്ല എന്ന് ട്രംപിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ അവർ ഒരു മാന്യമായ കരാറിനാണ് ശ്രമിക്കുന്നത്. അതിനുവേണ്ടി ഇപ്പോൾ പാകിസ്ഥാനിൽ അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് തമ്പടിച്ചിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും ഇറാനെ കൊണ്ട് ഒരു കരാർ ഉണ്ടാക്കിയെടുക്കണം, എന്നിട്ട് വളരെ വിദഗ്ധമായ രീതിയിൽ ഈ യുദ്ധത്തിൽ നിന്നും പിൻവലിയണം. എന്നാൽ ഈ കരാറിൽ അമേരിക്കയ്ക്ക് താല്പര്യമുണ്ടെങ്കിൽ ചർച്ചകൾ ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ഞങ്ങളുടെ വ്യവസ്ഥകൾ അംഗീകരിക്കണമെന്നാണ് അമേരിക്കയോട് ഇറാൻ ആവശ്യപ്പെടുന്നത്. ഈ ഒരു കരാറിന് വേണ്ടി തന്റെ ഏറ്റവും വിശ്വസ്തനായ വൈസ് പ്രസിഡന്റ് JD വാൻസിനെ തന്നെ ട്രംപ് പാകിസ്ഥാനിലേക്ക് അയക്കാൻ തീരുമാനിക്കുമ്പോൾ ഈ ചർച്ചയ്ക്ക് ട്രംപ് എത്ര പ്രാധാന്യമാണ് കൊടുക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഒരു പരാജിതന്റെ എല്ലാവിധ ലക്ഷണത്തോടും കൂടിയാണ് ട്രംപിന്റെ സഹപ്രവർത്തകൻ വാൻസ് പാകിസ്ഥാനിൽ ഇറാനെ കാത്തു നിൽക്കുന്നത്. ഇതിങ്ങനെ പറയാൻ കാരണം വെള്ളിയാഴ്ച ചർച്ചകൾക്കായി ഇറാനെ ക്ഷണിച്ചിട്ട് അവർ വരാൻ തീരെ താല്പര്യം പ്രകടിപ്പിച്ചില്ല. ചർച്ച കൊണ്ട് വലിയ പ്രയോജനമില്ലെന്നും അമേരിക്കയ്ക്കും ഇസ്രായേലിനും വാക്ക് പാലിക്കാൻ കഴിയില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടുമാണ് ഇറാൻ ചർച്ചയിൽ വലിയ താല്പര്യം കാണിക്കാത്തത്. കാരണം ഇതിനു മുമ്പ് പല ചർച്ചകളും നടത്തി അവർക്ക് നല്ല അനുഭവം ഉള്ളതാണ്. ചർച്ച ഒരു വശത്തൂടെ നടക്കും, മറ്റൊരു വശത്തൂടെ ഇവർ ഇറാനെ കയറി ആക്രമിക്കുകയും ചെയ്യും. അതാണ് ഇതിനു മുമ്പ് സംഭവിച്ചത്. അതുകൊണ്ടാണ് ഇനി അങ്ങനെ ഒരു ചർച്ചയുടെ പ്രഹസനമൊന്നും ആവശ്യമില്ല, നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ നിങ്ങൾ അടിച്ചു, അല്ലാതെ കൂടുതൽ ചർച്ച നടത്തേണ്ട ആവശ്യമില്ല എന്നൊരു നിലപാടാണ് ഇറാൻ സ്വീകരിക്കുന്നത്. അപ്പോൾ അമേരിക്കയുടെ മേലുള്ള ഇറാന്റെ വിശ്വാസം നഷ്ടപ്പെട്ടു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ട്രംപിന്റെ ആവശ്യം ഹോർമുസ് തുറക്കുക, അതുവഴി തുടർ യുദ്ധത്തിന് ആവശ്യമായ കുറച്ച് സാധനങ്ങൾ ഇസ്രായേൽ എത്തിക്കുക എന്നത് മാത്രമേ ഉള്ളൂ എന്ന് ഇറാൻ നന്നായിട്ടറിയാം. എല്ലാം സജ്ജമായി കഴിഞ്ഞാൽ അവർ വീണ്ടും യുദ്ധത്തിൽ പ്രവേശിക്കും എന്ന കാര്യവും അവർക്കറിയാം. അതല്ലാതെ വെടിനിർത്തലിന് പിന്നിൽ ഇവർക്ക് നല്ല ഉദ്ദേശമൊന്നുമില്ല എന്ന് ലോകത്തിന് പോലും അറിയാം. എന്നാൽ ഈ ചർച്ചയുടെ പേരും പറഞ്ഞുകൊണ്ട് വെറുതെ സമയം കളയാൻ ഇറാൻ ഇപ്പോൾ താല്പര്യമില്ല എന്നുള്ളതാണ് വാസ്തവം. ചർച്ചയ്ക്ക് മുൻപേ ഇനി ഒരിക്കലും യുദ്ധം ഇറാനുമായിട്ട് ഉണ്ടാവില്ല എന്നൊരു അഗ്രിമെന്റ് ട്രംപ് ഇറാന് കൊടുക്കേണ്ടി വരും. അത് അന്താരാഷ്ട്ര ഉറപ്പും ഉണ്ടായിരിക്കുകയുമാണ്. തന്നെയുമല്ല, ഇനി ഇറാന് ഒരിക്കലും ഇസ്രായേലോ അതല്ലെങ്കിൽ അമേരിക്കയോ ഒന്നും ഭീഷണിയാവില്ല എന്ന കാര്യത്തിലും ഉറപ്പ് നൽകണം. ഇങ്ങനെ ഒരു 10-15 കാര്യങ്ങൾ ഇറാൻ അമേരിക്കയുടെ മുന്നിൽ വെച്ചിട്ടുണ്ട്. ഇതെല്ലാം സമ്മതിക്കാൻ തയ്യാറാണെങ്കിൽ ഇത് പുറത്ത് വെച്ച് ഇങ്ങനെ ഒരു കരാർ ഉറപ്പിച്ചതിന് ശേഷം മാത്രം നമ്മളെല്ലാം കൂടി മേശമയിൽ ഇരുന്നാൽ മതി എന്നൊരു നിലപാടാണ് ഇറാൻ ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ളത്. മിക്കവാറും അത് നടക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. അതല്ലാതെ മുന്നോട്ട് പോകാൻ ട്രംപിന് യാതൊരു വിധ മാർഗവുമില്ല. ഹോർമുസ് ബലമായി തുറക്കാൻ കഴിയില്ല എന്ന് ട്രംപ് ഇതിനകം തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്. പിന്നെ എങ്ങനെയാണ് ഇവർക്ക് യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നത്? അതുകൊണ്ട് തന്നെ ഒരുവിധപ്പെട്ട കരാറല്ല അമേരിക്ക അംഗീകരിച്ചുകൊണ്ട് നാളെ പുറത്തു വന്നിട്ട് പറയും ഞങ്ങളുടെ ഡിമാൻഡ് മുഴുവൻ ഇറാൻ അംഗീകരിച്ചു, ഇറാൻ തോറ്റു എന്ന് ഞങ്ങളോട് നേരിട്ട് കാലിൽ പിടിച്ചു പറഞ്ഞു എന്നൊക്കെയായിരിക്കും ട്രംപ് പറയുന്നത്. സത്യത്തിൽ തിരിച്ചാണ് അവിടെ സംഭവിക്കുന്നത്. അത് നമുക്ക് പിന്നീട് പാകിസ്ഥാന്റെ വായിന്ന് കേൾക്കാൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾ ഇറാന് മേലെ എന്ത് ആക്രമണം നടത്തിയാലും ഞങ്ങൾക്കത് പ്രശ്നമില്ല, ഞങ്ങൾ തിരിച്ചടിക്കുന്നത് നിങ്ങളും അനുഭവിക്കേണ്ടി വരും എന്നൊരു നിലപാടാണ്
ഇറാൻ ഇപ്പോൾ സ്വീകരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾ ചെയ്തു, ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഞങ്ങളും ചെയ്യും എന്നാണ് ഇറാൻ്റെ ഒരു നിലപാട്. എന്നാൽ അമേരിക്കയെ ഭയപ്പെടുത്തുന്ന, അതല്ലെങ്കിൽ ട്രംപിനെ ഭയപ്പെടുത്തുന്ന മറ്റൊരു വാർത്തയും കൂടി ഇപ്പോൾ മിഡിൽ ഈസ്റ്റിൽ നിന്നും വന്നിട്ടുണ്ട്. അത് ചൈന അവരുടെ ഏറ്റവും പുതിയ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഇറാനിന് കൈമാറുകയാണ് എന്നുള്ള വാർത്തയാണ്. ഇത് അമേരിക്കൻ ഇൻ്റലിജൻസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇറാൻ പൂർണ്ണമായ ഒരു തുടർ യുദ്ധത്തിന് തയ്യാറാവുന്നു എന്നുള്ളതാണ് ഈ ഇൻ്റലിജൻസിൻ്റെ കണ്ടെത്തൽ. ഇത് ട്രംപിനെ ഭയപ്പെടുത്തുന്നത് സ്വാഭാവികമായ ഒരു കാര്യമാണ്. എന്നാൽ ഇതൊന്നും ഞങ്ങൾക്ക് പ്രശ്നമല്ല, ഞങ്ങളുടെ ശക്തി ഇപ്പോൾ ഭയങ്കരമാണ്, ഇറാനെ ഞങ്ങൾ അടിച്ച് തോൽപ്പിക്കുമോ എന്നൊക്കെ ചിലപ്പോൾ ട്രംപ് പറഞ്ഞെന്നിരിക്കും. പക്ഷെ അതൊക്കെ വെറുതെയാണ്. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒരിക്കലും ട്രംപിന് ഇറാനെ തോൽപ്പിക്കാൻ കഴിയില്ല. എന്നാൽ ട്രംപ് ഭയപ്പെട്ടു വന്നിരിക്കുന്നതിന് തെളിവാണ് ഹിസ്ബുള്ളയുടെ മേലുള്ള ഇസ്രായേലിൻ്റെ ആക്രമണം നിർത്തണം എന്ന് ട്രംപ് നെതന്യാഹുവിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇറാനുമായിട്ട് അമേരിക്ക യുദ്ധം നിർത്തിയെന്ന് പറഞ്ഞാലും, അല്ലെങ്കിൽ ഇസ്രായേൽ യുദ്ധം നിർത്തിയെന്ന് പറഞ്ഞാലും, ഹിസ്ബുള്ളയും ഇസ്രായേലുമായിട്ട് നല്ല യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ വാർത്തയിലൊക്കെ പറഞ്ഞാണ് ലെബനോണിൽ വൻ ആക്രമണം ഇസ്രായേൽ നടത്തി 300 ആൾക്കാരിലധികം കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നൊക്കെ. അതുപോലെ തന്നെ തിരിച്ച് ഹിസ്ബുള്ള ഇസ്രായേലിലേക്കും വൻ ആക്രമണമാണ് നടത്തിയത്. അവർ എങ്ങനെ ആക്രമിച്ചു അതുപോലെ തന്നെ തുടർച്ചയായിട്ട് ആക്രമണം ഇസ്രായേലിന് മേൽ നടത്തിയിട്ടുണ്ട്. ഒരുപാട് പേര് ഇസ്രായേലിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഈ യുദ്ധം വിരാമം ഉണ്ടായതിന് ശേഷം. അതുകൊണ്ട് ഇനി ഇറാൻ്റെ ഒരു അടി വീണ്ടും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി എത്രയും വേഗം ഹിസ്ബുള്ളയുടെ മേലുള്ള ആക്രമണം നിർത്തണം എന്ന് ട്രംപ് നെതന്യാഹുവിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇനി അങ്ങനെ നിർത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ യുദ്ധവിരാമം പ്രഖ്യാപിക്കും എന്ന് ട്രംപ് നേരിട്ട് പറയേണ്ടി വന്നിട്ടുണ്ട്. അതോടുകൂടി നെതന്യാഹു ഒന്ന് അടങ്ങിയിട്ടുണ്ട്. അതല്ലെങ്കിൽ ഇനി ട്രംപ് തന്നെ നേരിട്ട് വന്നിട്ട് പറയും ഞാൻ യുദ്ധം നിർത്തിയിരിക്കുന്നു, ഇനി ഒരിക്കലും ഇസ്രായേൽ ഹിസ്ബുള്ളയെ ആക്രമിക്കില്ല എന്നുള്ള കാര്യം. അങ്ങനെ മൊത്തത്തിൽ എല്ലാം കൂടെ തലതിരിഞ്ഞ് ഇറാൻ അനുകൂലമായിട്ടാണ് കിടക്കുന്നത്. യുദ്ധം തുടരാൻ ഇവരെല്ലാം ഇപ്പോഴും വളരെയധികം താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ ട്രംപിൻ്റെ ആവശ്യമാണ് യുദ്ധം നിർത്തുക എന്നുള്ളത്. ഇസ്രായേലിനെ സംബന്ധിച്ച് അങ്ങനെ ഒരു പ്രശ്നമില്ല. കാരണം അവർ ഈ അമേരിക്കയുടെ പണിക്കാരായതുകൊണ്ട് അവർക്ക് ചുമ്മാ യുദ്ധം ചെയ്തുകൊണ്ടിരുന്നാൽ മതി. സ്വന്തം രാജ്യം നശിച്ചാലും കുഴപ്പമില്ല. അമേരിക്കയുടെ നിർദ്ദേശമനുസരിച്ച് പ്രവർത്തിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അതുവഴി ഒരുപാട് കാശ് അമേരിക്കയിൽ നിന്ന് മേടിക്കാൻ തുടർക്കാലങ്ങളിൽ അവർക്ക് അത് ജീവിക്കാൻ അത് മതിയാവും. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ ഈ ഹിസ്ബുള്ളയും ഹൂത്തികളും ഇറാഖി മിലീഷ്യകളും എല്ലാവരും യുദ്ധത്തൊഴിലാളികളാണ് എന്ന് പറയുന്നത് പോലെ തന്നെ ഇസ്രായേലും ശരിക്കും പറഞ്ഞാൽ അമേരിക്കയുടെ ഒരു യുദ്ധത്തൊഴിലാളി തന്നെയാണ്. അവരുടെ ജോലി യുദ്ധം തന്നെയാണ്. അതിന് ആൾ ചത്താലും കൊന്നാലും ഒന്നും അവർക്ക് പ്രശ്നമില്ല, ഒന്നും ഞങ്ങൾക്ക് പോയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ സ്വയം മരിക്കുകയാണ്. ഈ യുദ്ധത്തൊഴിലാളികളെല്ലാം കൂടിയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുന്നത്. ശരിക്കും ഇതിൻ്റെ കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത് ഇറാനും അമേരിക്കയും മാത്രമാണ്. അവരുടെ നിർദ്ദേശം അനുസരിച്ചാണ് ഈ രണ്ട് കൂട്ടരും പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ഈ യുദ്ധത്തൊഴിലാളികളോട് എന്ത് നിർദ്ദേശം വരുന്നോ അതനുസരിച്ച് ആയിരിക്കും അവർ പ്രവർത്തിക്കുന്നത്. അമേരിക്ക നിർത്തണമെന്ന് പറഞ്ഞാൽ ഇസ്രായേൽ നിർത്തും. ഇറാൻ ഹിസ്ബുള്ളയുടെയും ഹൂത്തികളോടും യുദ്ധം നിർത്തണമെന്ന് പറഞ്ഞാൽ അവരും നിർത്തും. അത്രയുള്ള കാര്യങ്ങൾ. അല്ലാതെ ഇവിടെ ആര് ചത്തു ആര് കൊന്നു എന്നുള്ളത് ഇവർക്ക് ആർക്കും ഒരു പ്രശ്നമില്ല. അവർക്ക് കിട്ടാനുള്ള കാശ് കിട്ടണം. ഇസ്രായേലിൻ്റെ നിലനിൽപ്പിനുള്ള കാശ് അവർക്ക് കിട്ടണം. ഹിസ്ബുള്ളയ്ക്കും ഹൂത്തികൾക്കും ഒക്കെ ജീവിക്കാനുള്ള ശമ്പളം കിട്ടുമ്പോൾ അവരും യുദ്ധം ചെയ്യും. ഇതൊക്കെ തന്നെയാണ് സത്യം പറഞ്ഞാൽ ഈ മിഡിൽ ഈസ്റ്റിൽ നടക്കുന്നത്. പക്ഷേ ഇതിലൊക്കെ പെട്ടുപോകുന്നത് ഈ പറയുന്ന മിഡിൽ ഈസ്റ്റിലെ മറ്റ് രാജ്യങ്ങളാണ്. അവരൊക്കെ വളരെ അന്തസ്സായി സമാധാനത്തോടെ ജീവിക്കുന്ന രാജ്യങ്ങളാണ്. പക്ഷേ ഇവന്മാരും സമ്മതിക്കുകയില്ല. ഭയങ്കരമായ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഈ ചർച്ചയ്ക്ക് ശേഷം എന്താ നടക്കുന്നതെന്ന് നമുക്ക് കാണാൻ കഴിയും. ചിലപ്പോൾ യുദ്ധം തന്നെയായിരിക്കും വീണ്ടും. കാരണം ഇറാൻ്റെ എല്ലാ ഡിമാൻഡുകളും അമേരിക്കയ്ക്ക് അംഗീകരിക്കാൻ കഴിയാത്ത തരത്തിലുള്ളതാണ്. അപ്പം ഇതെല്ലാം കൂടെ സംബന്ധിച്ചുകൊണ്ട് അമേരിക്ക ഒരുപക്ഷെ യുദ്ധം നിർത്തും എന്ന് വിശ്വസിക്കേണ്ടതില്ല. അവരുടെ അഭിമാനം സംരക്ഷിക്കേണ്ടതുണ്ട്. അക്കാരണത്താൽ യുദ്ധം വീണ്ടും തുടരാനാണ് സാധ്യത. നമ്മുടെ നാട്ടിൽ വില ഇങ്ങനെ ഉയർന്നു കയറിക്കൊണ്ടിരിക്കുകയാണ്. ഗ്യാസ് ഒരിടത്തും കിട്ടാനില്ല. എല്ലാ ഭക്ഷണ സാധനങ്ങൾക്കും വില കൂടിയിട്ടുണ്ട്. ഹോട്ടലുകൾ അടഞ്ഞു കിടക്കുന്നു. വലിയ പ്രശ്നം തന്നെയാണ്. നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാവുന്നതാണ്.